ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ, പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചേ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസറിൻ്റെയും ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീനിൻ്റെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. പിന്നെ ഞാൻ പൊതുവേ റെഡിയാകാറുള്ളത് ജസ്റ്റ് ഒരു സ്കിൻ കെയർ മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല കേട്ടോ. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടും, പിന്നെ കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും. ഇത്ര തന്നെയാണ് ചെയ്യണത്. അതാണ് എനിക്ക് കംഫർട്ടും കേട്ടോ. സുഖമായിട്ട് ഇരിക്കാൻ എനിക്കതാണ് ഇഷ്ടവും ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡിയാവാണ്. അങ്ങനെ പിന്നെ നമ്മൾ റെഡിയായി പുറത്ത് പോയി കേട്ടോ. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. ഭയങ്കര കാര്യത്തിൽ ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. തലവേദനയും ഭയങ്കര വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ട് അങ്ങനെ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടേ. അപ്പോൾ അത് കാരണം എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. ഒന്നും കുഴപ്പമില്ല, നമ്മുടെ ജീവിതത്തിൽ പലതും വരും. ഇതൊക്കെ അങ്ങനെ നോക്കിയാൽ മതി. എന്തുണ്ട് നിങ്ങളുടെ വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസിലൂടെ മാത്രമാണ് എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിച്ചു. അപ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിച്ചൺ ക്ലീൻ ചെയ്ത് നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉച്ചത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ നമ്മൾ മീൻകറി വെക്കുക എന്നാണ് വിചാരിക്കുന്നത്. മീൻകറിയും മരിച്ചിനിയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിലൊഴിച്ച് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളിയും സവോളയും കൂടിയാണ് ഇടുന്നത്. ഉലുവ ഇടണം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മക്കളൊന്നും ഇങ്ങനെ നമ്മൾ മീൻകറി എങ്ങനെ വെച്ചാലും ആ ഒരു ടേസ്റ്റൊന്നും കഴിച്ച് പഠിച്ച് വരാനുള്ള ആ പ്രായം ആയില്ല കേട്ടോ. അവർ കഷ്ണം മാത്രം ചിലപ്പം കഴിക്കും, ചിലപ്പോൾ അതും കഴിക്കില്ല കേട്ടോ. നമ്മൾ കുറച്ച് പ്രായമായി തുടങ്ങുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഫുഡ് ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും എന്നാണ്. പണ്ട് നമ്മൾ കഴിക്കാത്ത പലതും നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാനും കഴിക്കാനൊക്കെ തുടങ്ങും. പണ്ടൊന്നും എനിക്ക് തോരനൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് കീരത്തോരൻ ഇപ്പോഴും ഇഷ്ടമില്ല കേട്ടോ, ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏജ് ആവണതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇഷ്ടമില്ലാത്ത പലതും കഴിക്കും. പണ്ട് ഞാൻ സാമ്പാറിന് മലക്കറി ഒട്ടും കഴിക്കില്ലായിരുന്നു. ഇപ്പോഴും സാമ്പാറിന് മലക്കറി പാട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ സവാളയെല്ലാം എണ്ണയിൽ മൂപ്പിച്ച് തക്കാളി ആഡ് ചെയ്ത് പച്ചമുളക് ആഡ് ചെയ്ത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യും കേട്ടോ. കുറച്ചും കൂടി ചെറിയ ഉള്ളി, ഞാൻ ആദ്യം സവാളയാണ് ഇട്ട് വഴറ്റിയത്, പിന്നീട് നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇത് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. നമ്മുടെ സമയം അനുസരിച്ച് എത്രയാണ് സമയം അതുപോലെ. ചിലവർ ഈ കൂട്ടിനെ മിക്സിയിൽ അരയ്ക്കും. ഞാനിപ്പം മിക്സിയിലൊന്നും അരയ്ക്കില്ല, ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നല്ല പൊടിയുണ്ട് കേട്ടോ. ചില സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ എല്ലാവരും വെക്കുന്ന സ്ഥലം, ഏറ്റവും എളുപ്പമായിട്ട് വെക്കുന്ന സ്ഥലം നമ്മൾ മുകളിൽ വെക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഇല്ലെങ്കിൽ നടക്കില്ല. നമ്മൾ വേറെ കാര്യങ്ങളിലോട്ട് പോകും. അപ്പോൾ എന്തായാലും അത് കിടക്കുകയില്ലെന്ന് വിചാരിച്ചാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ലാപ്ടോപ്പല്ല, ടാബ്, കവറ്, പിന്നെ ബുക്ക് പൊതിയുന്ന സംഭവം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ചവറുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം ഞാൻ ഇടയ്ക്ക് തുടയ്ക്കാനാണ്, എന്നാലും ജസ്റ്റ് എന്തായാലും എടുത്തേലേന്ന് വിചാരിച്ചിട്ട് പൊടി നമ്മൾ എത്ര തുടച്ചാലും കാണും കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് തുടച്ചാലും നാളെ നോക്കുമ്പോൾ നല്ല പൊടിയൊക്കെ കാണും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം ഞാൻ ഒത്തിരി ദിവസമായിട്ട് തുടച്ചിട്ടപ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുകയാണേ.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തൂത്തിട്ട് നമ്മൾ ഒന്ന് തിരിഞ്ഞാൽ തന്നെ ഭയങ്കര പൊടിയായിരിക്കും. അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കില്ലേ? പക്ഷെ കാണുന്നവർ നമ്മൾ ആരെങ്കിലും വീട്ടിൽ കയറി വരണമെങ്കിൽ ആയിരിക്കും ഇവർ തൂക്കാറൊന്നുമില്ലേ എന്ന് തോന്നും കേട്ടോ. അത്രയ്ക്ക് ചവറാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നത്. അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ചില വീടുകളിൽ സീരിയസ്ലി കണ്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര നീറ്റാണ്. എനിക്ക് അങ്ങനത്തെ വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ അലപ്പറ കുളമായിട്ട് കിടക്കണ വീട്ടിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല ക്ലീനായിട്ടിരിക്കണം, അതാണ് എനിക്കിഷ്ടം. ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കങ്ങനെ ക്ലീനായിട്ടിരുന്നാലേ എനിക്കൊരു സുഖം കിട്ടുകയുള്ളൂ. ചില വീടൊക്കെ കാണണം കേട്ടോ, നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു സാധനം ഒരിടത്ത് തന്നെ ഇരിക്കും. ഇവിടെയാണെങ്കിൽ ഒരു സാധനം ഒരിടത്തിരിക്കും, കുറേ കഴിയുമ്പോൾ അത് എയറിൽ പറന്ന് കിടക്കണ കാണാം. പിന്നെ ഫുള്ളും ഞാൻ അടുക്കി വയ്ക്കും, വീണ്ടും എയറിൽ പറന്ന് കിടക്കും. ചില സമയത്ത് ഞങ്ങൾ മടുക്കും കേട്ടോ. നമ്മളിങ്ങനെ അടുക്കി പറക്കി വയ്ക്കുമ്പം വീട്ടിൽ ചിലപ്പോൾ ആരും വരില്ല. നമ്മൾ കുളമായിട്ട് കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കയറി വരണം. അന്നായിരിക്കും കുളമായിട്ട് കിടക്കണത്, അപ്പോൾ ആരെങ്കിലും കയറി വരും. അപ്പോൾ അവർ ഇവർക്ക് വേറെ ജോലിയൊന്നും. സത്യം പറഞ്ഞാൽ നമ്മൾ അടുക്കി പറക്കി വച്ച് ചില സമയത്ത് പ്രാന്തെടുത്ത് പിന്നെ വേണ്ടെന്ന് വെച്ച് ഇരിക്കുന്ന സമയങ്ങൾ എനിക്ക് ചില സമയത്തുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ചെയ്യും കേട്ടോ, വീണ്ടും ഇതെല്ലാം പറക്കി അടുക്കി വയ്ക്കും അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മീനിൻ്റെ കാര്യങ്ങളും ചെയ്യണുണ്ട്. പച്ചമുളക് ഇട്ട് കേട്ടോ, പിന്നെ നമ്മുടെ ഈ ഉടങ്കല്ലി മുളക് അതുണ്ടെങ്കിൽ അതിടണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ അടിക്കാതെ വെക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പുളിവെള്ളം നമ്മുടെ ഈ കുടംപുളിയില്ലേ, അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് നമ്മുടെ മീൻ കറിക്ക്. കുടംപുളിക്ക് ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി പുളിവെള്ളം ആഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കണം കേട്ടോ അതിന് മുന്നേ. എന്നിട്ട് നമ്മൾ മീനൊക്കെ ആഡ് ചെയ്യാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ചാറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ കറി നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഞാനൊരു ആദ്യത്തെ പാലില്ലേ അതൊന്ന് പിഴിഞ്ഞൊഴിക്കും. അപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. പിന്നെ നമ്മൾ അരി വടിക്കുക എന്നുള്ള ടാസ്ക്കാണ് കേട്ടോ, എപ്പോഴും പൊള്ളും കേട്ടോ. ഇതിൻ്റെ ഒരു പാത്രം വാങ്ങണമെന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കാരണം നടക്കില്ല. എന്തായാലും ഞാനിപ്പോൾ ചായ ഇടുന്ന പാത്രത്തിലാണ് അരി വടിച്ച് വെക്കണം കേട്ടോ. കുഞ്ഞൊരു നമ്മുടെ ചോറ് കലവും കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ അത് വടിച്ച് വെച്ചു ഗൈസ്. ഈ പറയണ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ വീട്ടു ജോലി എന്നുള്ളത്, അതിൻ്റേതായ പാടുണ്ട്. നമ്മുടെ മക്കളെ നോക്കണം, വീട്ടു ജോലി ചെയ്യണം, ഇതെല്ലാം ഭയങ്കര ഒരു വലിയ ടാസ്ക്കാണ്. ഇത് ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്, നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എവിടെയോ പുറത്ത് പോയപ്പം ആ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ടല്ലേ, സുഖമായിട്ടിരിക്കുകയല്ലേ എന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചത് കളഞ്ഞു കേട്ടോ, ചിരിച്ചത് വിട്ട് കളഞ്ഞു. അതിന് മറുപടി കൊടുക്കാൻ പോയാൽ നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമുക്കറിയാം കേട്ടോ. നമ്മളെ ചുമ്മാ വിലയിരുത്താൻ കുറച്ച് ആൾക്കാർ കാണും, ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ. അപ്പോൾ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ്. എനിക്ക് ഇപ്പോൾ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ, പ്രായമായി വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ഇഗ്നോർ ചെയ്യാനും, അവർ പറയണത് ഒരു മണ്ടത്തരമാണെന്നും അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാതെയാണ് പറയണതെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇത് മനസ്സിൽ കിട്ടും കേട്ടോ. ഒക്കെ റെഡിയായി നമ്മൾ പിന്നെ കഴിക്കുകയാണ്. എല്ലാവരും അടുത്തിരിപ്പുണ്ട്. ഈ പറയണ പോലെ ഇനിയിപ്പോൾ വാവയ്ക്ക് ഊണ് കൊടുക്കാൻ വേറെ നമ്മുടെ കൂടെ ഇരിക്കും കേട്ടോ. ഭയങ്കര കാണിപ്പാണ്, നമ്മൾ കഴിക്കുമ്പോഴേക്ക് കാണിക്കും, പക്ഷേ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ 1 മണിക്കൂർ എടുത്ത് കേട്ടോ അവന് ഞാൻ ഊണ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടി. പിന്നെ വൈകുന്നേരം നമ്മൾ സമൂസയും പപ്സും വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് എയർ ഫ്രയറിൽ ഒന്ന് ചൂടാക്കി എടുത്ത് കേട്ടോ. അപ്പം നമുക്കങ്ങനെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മളെന്നും ഇങ്ങനെ സ്നാക്സ് വാങ്ങിപ്പില്ല, ഇങ്ങനെ സമൂസ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാങ്ങിക്കാറില്ല. എല്ലാവരും ഉള്ളൊരു ദിവസമാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ബിസ്ക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളായതുകൊണ്ട്. അപ്പോൾ അധികം അങ്ങനെ കൊടുക്കും. പിന്നെ വാവയെ കിടത്തി ഉറക്കി കേട്ടോ. എന്നിട്ട് അപ്പോൾ എനിക്ക് ഉറങ്ങാൻ സമയമൊന്നും ഇല്ല. അതിനിടയ്ക്ക് പിന്നെ കുറച്ച് ജോലി, പാത്രം കഴുകൽ, അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഷോർട്സ് എടുക്കാറുണ്ട്, അതെടുത്തു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കാണുക. ബൈ.